ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഒരു അന്തസ്സുള്ള പോരാട്ടമാണ് ജോർജ് പൊടിപാറ പറഞ്ഞ അന്തസ്സുള്ള പോരാട്ടം നടക്കുന്നു. അതാണ് UDF അവിടെ മുന്നോട്ട് വെച്ചത്. ഒരു പക്ഷേ അൻവർ എന്ന് പറയുന്ന പഴയ LDFിൻ്റെ MLA എടുത്ത നിലപാട്, അന്തസ്സില്ലാത്ത നിലപാട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, അവർ തന്നെ വെട്ടിലായതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, ക്ഷേമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു പദ്ധതി ക്ഷേമ പെൻഷൻ, അതിനെ അപഹസിക്കുന്ന രീതിയിൽ, അതിനെയല്ല അപഹസിച്ചത്, 62 ലക്ഷം പേര് അപഹസിക്കുന്നു. അതോടൊപ്പം തന്നെ മലപ്പുറം വിവാദം കൊണ്ടിട്ടിട്ട് അവർ തന്നെ വെട്ടിലായ ഒരു ചിത്രവും കൂടി നമ്മൾ കാണുകയാണ്. അന്തസ്സുണ്ടോ ഈ UDFന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ? ഇതിൽ ജോർജ് പൊടിപാറ അനാവശ്യമായി കോൺഗ്രസിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതീക്ഷ നാട്ടുകാർക്കും കേരളത്തിനുമാകെ അറിയുന്ന ഒന്നാണ്. അത് ഒരു ഭാഗത്ത് LDFും മറുഭാഗത്ത് അൻവറും BJPയും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും UDFും എല്ലാം ചേർന്ന ഒരു പൊതു മാർക്സിസ്റ്റ് വിരുദ്ധ സഖ്യം. ഇതായിരുന്നല്ലോ അവരുടെ മനക്കോട്ട. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ജോർജ് പൊടിപാറ പറഞ്ഞ പോലെ അൻവർ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഒരിക്കലും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം വെച്ചിരിക്കുന്ന 2 ഡിമാൻഡാണ്. ഒന്ന്, ജോയിയെ മത്സരിപ്പിക്കണം. 2, അദ്ദേഹത്തെ UDFിൽ എടുക്കണം. ആ കാര്യം അംഗീകരിക്കാതെ വന്നപ്പോഴാണ്, സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞതല്ല എന്ന് വന്നപ്പോഴാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചതെന്നാണല്ലോ കേരളം മനസ്സിലാക്കിയത്. പിന്നെ പൊടിപാറയോട് ആരാണ് ഈ അൻവർ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്? അൻവർ വെച്ച ഡിമാൻഡ്, ഇപ്പോൾ UDFുമായിട്ടുള്ള അൻവറിൻ്റെ ബന്ധം എത്രമേൽ വെളിവാക്കുന്ന ഒന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആരാവണം സ്ഥാനാർത്ഥിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ അൻവറിന് സാധിക്കുന്നത്? അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്തു ഇന്നയാളാവണമെന്നുള്ളത്. കോൺഗ്രസ് സമ്മതിച്ചു, UDFിനകത്ത് എടുക്കാമെന്ന് സമ്മതിച്ചു. അതിൻ്റെ മേലെ മത്സരിക്കുന്നത് അൻവറല്ല എന്നുള്ള കാര്യം അൻവർ നേരത്തെ അറിയാം. അൻവർ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താനുമായി ഉണ്ടാക്കിയ എഗ്രിമെൻറ്റുകൾ ലംഘിക്കപ്പെട്ടു എന്നതാണ് അദ്ദേഹം തെറ്റാനുള്ള കാരണം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കോൺഗ്രസിനെ ഒരു കാരണവശാലും വെള്ളപൂശേണ്ട കാര്യമില്ല. കോൺഗ്രസ് നേരത്തെ വലിയ പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. അവർ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞങ്ങളാണെന്ന് പറഞ്ഞ് വലിയ ഹുങ്കോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോഴാണ് ഇവിടെ മോങ്ങാനിരുന്നതിൻ്റെ തലയിൽ തേങ്ങ വീഴുമെന്ന് പറഞ്ഞ പോലെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നത്. അപ്പോൾ അത് അവർക്കുണ്ടാക്കിയിരിക്കുന്ന അങ്കലാപ്പ് ചെറുതൊന്നുമല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ ആരെയാണ് ആക്രമിക്കുന്നത്? അൻവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ്, കോൺഗ്രസിനെയാണ്, UDFിനെയാണ്. ഒരു കാരണവശാലും UDF സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് എല്ലാ ദിവസവും അദ്ദേഹം പറയുന്നതിന് കാരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു എന്തുകൊണ്ട് UDF സ്ഥാനാർത്ഥി ജയിക്കില്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്കറിയാം, കോൺഗ്രസ്സുകാർക്കല്ല നാട്ടുകാർക്കെല്ലാം അറിയാം. ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ജോയിയെ മത്സരിപ്പിക്കാതിരുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഗോഡ് ഫാദർ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ആ പാർട്ടിയെ സംബന്ധിച്ച് ഒരു വലിയ പരാതിയല്ലേ, ഒരു വലിയ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, മലയോര മേഖലയിലെ കൃഷിക്കാരനെ അവഗണിക്കുന്നു, ഒരു പ്രത്യേക വിഭാഗത്തെ അവഗണിക്കുന്നു കോൺഗ്രസ്. കാലാകാലമായിട്ട് കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നെല്ലാമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് വേറെ ആരുമില്ല, അൻവറാണ്. അപ്പോൾ അൻവറിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന പണിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസക്കാലമായിട്ട് കോൺഗ്രസ് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ ഞങ്ങളെ ആക്രമിച്ച് കളയാം എന്ന് വിചാരിച്ച് ആരംഭിച്ച കോൺഗ്രസ് സ്വയം പ്രതിരോധിക്കേണ്ടി വന്നിരിക്കുകയാണ്. തങ്ങളുടെ പാളയത്തിൽ നിന്നുള്ള പടയെ നേരിടാൻ വലിയ പാടുപെടുന്ന കാഴ്ചയല്ലേ നമ്മളിപ്പോൾ ഇവിടെ അവരുടെ മണ്ഡലം കൺവെൻഷൻ നടന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം നടന്നു. എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചിരിക്കുന്ന കാര്യം സ്വയം പ്രതിരോധിക്കാനാണ്. UDFിനകത്തുള്ള വിള്ളലില്ല എന്നുള്ള കാര്യം മറച്ചു വെക്കാനാണ്. 24ാമത്തെ മണിക്കൂറിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അയച്ച് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ പറയുന്നു അൻവർ ഒരു പ്രശ്നമേ അല്ല, ഞങ്ങൾക്ക് അൻവർ എങ്ങനെ ചെയ്താലും. അപ്പോൾ അത് തെറ്റാണെന്നുള്ള ആൾക്കറിയാത്തത്. ഇവിടെ രമേശ് ചെന്നിത്തല പറയുന്നു അൻവർ UDFിലേക്ക് വരും. പഴയ നമ്മുടെ KPCC അധ്യക്ഷൻ പറയുന്നു അൻവർ UDFിൻ്റെ ഭാഗമാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു 2 ദിവസക്കാലം കൊണ്ട് അൻവർ UDFിൻ്റെ ഭാഗമാകുന്ന എങ്ങനെയെന്ന് ഈ നാട് കാണും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവർ തങ്ങളുടെ സ്വന്തം ഭാഗമായിട്ട് അൻവർ തിരിച്ചു വരും എന്ന് ആഗ്രഹിച്ച് തിരിച്ചു വരണമേ എന്ന അഭ്യർത്ഥനയുമായിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ വരെ നിൽക്കുകയാണ്. അല്ല പിന്നെ രാത്രി തലയിൽ മുണ്ടിട്ട് പോയിട്ട് അദ്ദേഹമായിട്ട് ചർച്ച നടത്തേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ടിപ്പോൾ ഈ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അൻവർ ഒന്നുമല്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അവരെ സംബന്ധിച്ച് സമീപകാല കേരളത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസ് പാർട്ടി ചെന്നുപെട്ട ദുര്യോഗം ഇതിൽ വലിയൊന്ന് സമീപകാലത്ത് എവിടെയുമില്ല. അവർക്ക് ഈ കേരളത്തിലെ UDFും LDFും തമ്മിലുള്ള മത്സരത്തിൽ സ്വാഭാവികമായിട്ട് ഉന്നയിക്കേണ്ട വിഷയം 5 കൊല്ലക്കാലം ഉമ്മൻചാണ്ടി ഭരണമുണ്ട്, 11 മുതൽ 16 വരെ. അതിനുശേഷം 9 കൊല്ലക്കാലമുള്ള LDFിൻ്റെ ഭരണമുണ്ട്. ഈ 2 ഭരണകാലത്തെ താരതമ്യം ചെയ്ത് കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്ക് ധൈര്യമുണ്ടോ? ധൈര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു?
പെൻഷൻ കൊടുക്കാത്ത ഗവൺമെന്റിന് വോട്ടില്ല. ഇപ്രാവശ്യം എന്താ പറയുന്നത്? പെൻഷൻ കൈക്കൂലിയായി കൊടുത്ത ഗവൺമെന്റിന് വോട്ടില്ല. ഇവിടെ 40,000-ലേറെ ആളുകൾക്ക് പെൻഷൻ കിട്ടുന്ന ഒരു നാടാ ഈ പറയുന്ന നിലമ്പൂർ. അവിടെ ഒരൊറ്റ മാസം 6.5 കോടി ഉറുപ്പികയാണ് സാധാരണക്കാരൻ്റെ പോക്കറ്റിലേക്ക് ഈ ഗവൺമെൻറ് പെൻഷനായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അവരെല്ലാം 40,000-ൽ പരം ആളുകൾ അധിക്ഷേപിക്കാൻ കോൺഗ്രസ്സുകാർ പറയാണ് അത് വോട്ട് കിട്ടാൻ വേണ്ടി കൊടുത്തൊരു കൈക്കൂലിയാണ്. എത്ര ബാലിശമായ വാദങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്രയോ കാലം മുമ്പ് കേരളം ചർച്ച ചെയ്ത് അവയെല്ലാം തന്നെ ഉപേക്ഷിച്ച ചർവിതചർവണമായ കാര്യങ്ങൾ, അതിലപ്പുറം എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ സതീശനാവട്ടെ അല്ലെങ്കിൽ വേണുഗോപാലാവട്ടെ ആരെങ്കിലും ഉന്നയിച്ച് പറയാൻ കഴിയുമോ? എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ച് അതിനെല്ലാം കൃത്യമായ നിലക്കുള്ള ഒരു നിലപാടിലേക്ക് കേരളം എത്തിയ, രാഷ്ട്രീയ കേരളം എത്തിയ നിലപാടുകൾ അത് ചർവണമായി പറയുക എന്നല്ലാതെ UDFിൽ നിന്ന് എന്തുകൊണ്ട് UDFിന് വോട്ട് ചെയ്യണം, എന്തുകൊണ്ട് LDFിന് വോട്ട് ചെയ്തുകൂടാ, ഇത് പറയാനുള്ള ധൈര്യം അവർക്കുണ്ട് ഇല്ല. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന 72,000 കോടി ഉറുപ്പിക അതിനുവേണ്ടി ഇതിലൂടെ ചെലവഴിച്ച LDFിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. 5.25 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്ത ഒരു ഗവൺമെന്റിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല. 9 കൊല്ലക്കാലം കൊണ്ട് പുതർക്കെട്ടില്ലാത്ത ആക്കിയ ഒരു ഗവൺമെന്റിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. വികസനത്തിന്റെ ഒരു വസന്തകാലത്തെ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് എങ്ങനെ പറയും? NHന്റെ പണി പൂർത്തീകരിക്കുമെന്നാണല്ലോ ഇന്നലെ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ഉണ്ടാക്കിയിരിക്കുന്ന കരാർ. മലയോര ഹൈവേ പണി നടക്കുകയാണ്, തീരദേശ ഹൈവേ പണി നടക്കുകയാണ്, ഗ്യാസ് പൈപ്പ് ലൈൻ പണി പൂർത്തീകരിച്ച് വീട്ടുകൾ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് പറയാൻ വാദങ്ങളില്ല, തങ്ങളെ ജയിപ്പിക്കേണ്ടത് ഒരു കാര്യമത് എന്ന് പറയാനില്ല. അപ്പോൾ പിന്നെ നമ്മുടെ നാടൻ ഭാഷ വർത്താനുണ്ട്, അല്ലും തുല്ലും പറയുക. ന്യായമായിട്ടൊന്നും പറയാനില്ലാത്തപ്പോൾ പറയുന്നതിനാണ് പറയുക, അല്ലും തുല്ലും പറയുക. ഇവിടെ UDFുകാർ അല്ലും തുല്ലും പറയാൻ ന്യായമായി ഒരു കാര്യവും പറയാൻ അവർക്കില്ല.